Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്താണ്? The mean and the variance of a binomial variate are 8 and 6. Find the probability of x greater than or equal to 2. ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ജൂൺ 2022 ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഏതാണ്? f of x equal to ncx p raised to x q raised to n minus x x equal to 0 1 2 etc. ഇവിടെ നമുക്ക് എന്നും പിയും ക്യൂവും കണ്ടുപിടിക്കാം. അതിനെന്താ തന്നിരിക്കുന്ന മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ വേരിയേറ്റ്. മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു എൻ പി. എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? 8. ഇക്വേഷൻ 1. ഈ വേരിയൻസ് എന്താ തന്നിരിക്കുന്നത്? വേരിയൻസ് ഇസ് ഈക്വൽ ടു എൻ പി ക്യൂ. എൻ പി ക്യൂ എത്രയാണ്? 6 ആണ്. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കൊണ്ട് ഹരിക്കാം. ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? NPQ by NP is equal to 6 by 8. അതിൽ NP ക്യാൻസൽ ചെയ്യുമ്പോൾ Q is equal to 6 by 8 ഉണ്ട്. 6 by 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 by 4. Qന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3 by 4. Q 3 by 4 ആണെങ്കിൽ P എത്രയായിരിക്കും? 1 minus Q ആയിരിക്കും. 1 minus 3 by 4 that is equal to 1 by 4. അപ്പോൾ P യുടെ വാല്യൂ എത്ര കിട്ടി? 1 by 4. അപ്പൊ Qയും Bയും കിട്ടിക്കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എൻ പി കിട്ടും എന്താണ്? 8 ആണ്. അപ്പോ n എത്രയാണ്? 8 by p ആണ്. 8 by p എത്രയാണ്? 1 by 4 ആണ്. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടാൻ 32. അപ്പൊ n is equal to 32, q is equal to 3 by 4, p is equal to 1 by 4. ഇനി നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം. f of x is equal to n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 cx. p എത്രയാണ്? 1 by 4 raised to x. q എത്രയാണ്? 3 by 4 whole raised to n minus x. n എത്രയാണ്? 32 minus x. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. f of x equal to 32 cx 1 by 4 whole raised to x 3 by 4 whole raised to 32 minus 6. ഇത് നാം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതാം. കാരണം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 സമയം എത്രയാണ്? 1 ആണ്. എക്സ് ലെസ് ദാൻ 2ഉം എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നുള്ളത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2. ഇത് നമുക്ക് ഇതിന്റെ വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 വരും, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വരും, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ലെസ് ദാൻ 2 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 1. ഇത് നമുക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സ് ഈക്വൽ ടു 0. ഈ നമ്മുടെ എഫ് ഓഫ് എക്സിൽ എക്സിന് 0 കൊടുക്കാം. അപ്പൊ 32 c0 1 by 4 raised to 0 3 by 4 all raised to 32 minus 0. Therefore 32 plus. അടുത്ത എന്താണ്? 32 c1 1 by 4 whole raised to 1 3 by 4 whole raised to 32 minus 1. 32 minus 1 എത്രയാണ്? 31. അപ്പൊ നമുക്ക് 1 minus 32 0 1 by 4 raised to 0 3 by 4 whole raised to 31 plus 32 c1 1 by 4 raised to 1 3 by 4 whole raised to 31. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 0.9988. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 0.9988 എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ജൂൺ 2022 ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് മീനും വേരിയൻസും തന്നിട്ടുണ്ട്. മീനും വേരിയൻസും തന്നിട്ടുണ്ടെങ്കിൽ മീൻ കാണാനുള്ള ഫോർമുല എന്താണ്? എൻ പി. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മീൻ ഇസ് ഈക്വൽ ടു എൻ പി. വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? എൻ പി ക്യൂ. അപ്പൊ 2 ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ കിട്ടും. ക്യൂ കിട്ടാണെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ പിയുടെ വാല്യൂ നമുക്ക് കിട്ടും. എൻ പി സിക്കൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 8. അപ്പൊ നമുക്ക് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ കിട്ടും.
അപ്പൊ N കിട്ടി, P കിട്ടി, Q കിട്ടി, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ചു, നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ f of x എഴുതി വെച്ചു. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കാണേണ്ടി ചെയ്താൽ മതി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2. കാരണം എന്താണ്, പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2ഉം പ്രോബബിലിറ്റി x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ പ്രോബബിലിറ്റി x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എങ്ങനെ എഴുതി? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ 0യും വരും, x ഈക്വൽ ടു 1 വരും. 2ന് താഴെയുള്ള രണ്ട് നമ്പേഴ്സ് 0യും 1ഉം ആണ്. അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ഈ നമ്മുടെ f of x ന് ആദ്യം 0 കൊടുത്തു, രണ്ടാമത് x നമ്മൾ 1 കൊടുത്തു. അപ്പൊ 32 C0 1/4 raised to 0 3/4 whole 32 plus 32 C1 1/4 raised to 1 3/4 whole raised to 31. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.9988 ആണ്. ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തു.